ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഒരു അമൃതം പൊടി വെച്ചിട്ടൊരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് അമൃതം പൊടി എടുത്തു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആട്ടോപ്പൊടി വേണം, റേഷൻ കടയിൽ നിന്ന് കിട്ടിയാണ്. നമുക്കത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള അരിഞ്ഞിട്ട് വരാം. സവാള വേണം, ശകലം മുളക് പൊടി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കരിവേപ്പില. നമ്മളിവിടെ തൊണ്ടമുളകാണ് എടുത്തിരിക്കുന്നത്, ഒരു തൊണ്ടമുളകാണ്. അതുപോലെ ഒരു വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതും, കരിവേപ്പില, ശകലം മുളക് പൊടി, സവാള. നമുക്കിനി അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇത് ശകലം ആട്ടമാവും, അതുപോലെ തന്നെ അമൃതം പൊടിയാണ്. ഇതെല്ലാം കൂടി നമുക്കിനി മിക്സ് ചെയ്യാം. നമ്മൾ മാവെല്ലാം ഇതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തോന ഉള്ളിയും അതുപോലെ മാവൊക്കെ എടുക്കാം. ഞാൻ കുറച്ച് കോട്ടയാണ് എടുത്തത്. നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. നമുക്ക് കുറച്ച് മാവെടുക്കാം. മാവെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ വെച്ച് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാം. നല്ല വൃത്തിയാണ്, ചെറുതായിട്ട്. ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഞാൻ ഒരുപാട് വലുതൊന്നും ആക്കുന്നില്ല, ചെറുതായിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കി വേണമെങ്കിൽ ഇടാം. നമുക്ക് വടയെല്ലാം ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ വടയെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അമൃതം പൊടിയും നമ്മൾ ഗോതമ്പ് പൊടിയാണ്, നിങ്ങളെല്ലാം കണ്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി വടയാണ്. നല്ല സൂപ്പറാണ്. നല്ലത്. കുഞ്ഞുങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചുകൊണ്ട് നടക്കും. ഇപ്പോൾ വെക്കേഷനാണ്, കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഹെൽത്തിയാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൽ സവാള ചേർക്കാം. ഞാൻ തൊണ്ടമുളകാണ് ചേർത്തത് ഒരെണ്ണം. എരിവിന് പകരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഇതുപോലെ ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പഞ്ചസാരയോ മധുരമോ അങ്ങനെയുള്ള ഒന്നും ഞാൻ ചേർക്കുന്നില്ല. എല്ലാം നല്ല സിമ്പിൾ പാചകമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പാചകമാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇതുണ്ടാക്കി കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. നല്ല അടിപൊളി മോരുമോരായിരിക്കുന്ന വടയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വടയാണ്. ഈ ചൂട് സമയത്ത് ഉള്ളിയൊക്കെ ചേർത്ത് തോന ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ചായ കുടിക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കണം, നല്ലതാണ്.